ആ നീ ഇവിടെ ഇരിക്കായിരുന്ന അതിന്റെ കുറെ വിളിച്ച് എന്താ കാര്യം? അല്ല നമ്മളെ മക്കളൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ആഗ്രഹത്തിനനുസരിച്ച് ഉയരാൻ പറ്റിയില്ല. എന്തോന്ന് കാര്യം പറ. അല്ല അവര് പറയണത് ശരിയെന്ന് കരുതി ഉണ്ടായിരിക്കാം. ഇത് കാര്യം എന്താന്ന് പറയണ എനിക്ക് അങ്ങനെ മനസ്സിലാവണം. ഇടി ഞാൻ എന്റെ അമ്മയെ വിളിച്ചിട്ട് ഇവിടുത്തെ വസ്തുവിന്റെ കാര്യം വീടിന്റെ കാര്യം സംസാരിച്ച് എന്റെ വിഷമങ്ങൾ പറഞ്ഞു. എനിക്ക് വിഷമം പറയാനും എന്നെ വഴക്ക് പറയാൻ എന്റെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അമ്മയുടെ സംസാരിക്കുന്നപ്പോഴേ നിന്റെ മക്കൾ കേട്ടോണ്ട് വന്നു. പിന്നെ അത് മതിയല്ലേ. അവരെന്ത് പറഞ്ഞ ഇപ്പൊ നിക്കണ നിപ്പില്ലേ ഞാൻ അവർക്ക് വീട് വെച്ചു കൊടുക്കണമെന്ന്. ആ എന്റെ കഴിവില്ലായ്മ ചോദ്യം ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ. അമ്മയോട് ഞാൻ പറഞ്ഞത് അമ്മ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു. നമ്മളെ മക്കളൊക്കെ വളർന്നു പോയി ബാലു. നമ്മളിങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നപ്പോഴത്തേക്കും അവരവരുടെ ലൈഫിനെ സീരിയസ് ആയിട്ടാണ് കണ്ടത്. നമ്മളത് അറിഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. ഇത്രയും വലുതായിട്ട് ഞാൻ ഭാവിയെ പറ്റി ചിന്തിച്ചില്ല. അന്നുള്ള സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. ഞാൻ അങ്ങ് ചിന്തിച്ചു. അച്ഛൻ ഞങ്ങളെ പറ്റി കുറ്റം പറയായിരിക്കും അല്ലേ? നീ കേട്ടോ കുറ്റം പറയണത്? കേട്ടോ നീ ഊഹിച്ചങ്ങോട്ട് പറയല്ലേ. അച്ചാച്ചനെ സങ്കടം പറഞ്ഞ് തീർക്കായിരുന്നു. എന്നിട്ട് നിന്റെയൊക്കെ കുറ്റം പറയണല്ലായിരുന്നു. നീലുവേ എനിക്കെന്ത് സങ്കടം? അവർക്ക് പറയാതെ പറഞ്ഞിട്ടങ്ങ് പോട്ട്. കേശു ലച്ചു ഒന്നും പരിധി വിടല്ലേ കേട്ടാ. നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒന്നും മിണ്ടാതിരിക്കണത്. കൂടെ അങ്ങ് പോവല്ലേ. എന്റെ അമ്മ അച്ഛൻ അമ്മൂമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണെന്നറിയോ? രാഘവമാമന്റെ സ്ഥലത്ത് നമ്മളാണ് വീട് വെക്കാൻ സമ്മതിക്കാത്തതെന്ന്. നമുക്ക് സിറ്റി ലൈഫാ പിടിക്കത്തുള്ളൂ, നാട്ടുപുറത്തെ ജീവിതം ഒന്നും നമുക്ക് പിടിക്കൂലെന്ന്. അത് മാത്രമല്ല പടവല ഓണം കയറാൻ മുറിയെന്ന് പറഞ്ഞു. ഓണം കയറാൻ മൂലയാണ് പടവലം എന്ന് പറഞ്ഞ് അത് നമ്മൾ പറഞ്ഞെന്ന്. എടാ അച്ഛൻ അങ്ങനെ പലതും പറയും. അച്ഛന് ദേഷ്യവും വിഷമമൊക്കെ വരുമ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു തീർക്കാറുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അച്ഛനെ നിങ്ങൾക്ക് കൊട്ടാരവും വലിയ ബംഗ്ലാവും ഒന്നും പണിത് തന്നില്ലെങ്കിലും ആവശ്യത്തിന് സ്നേഹവും സ്വാതന്ത്ര്യവും സന്തോഷമൊക്കെ തന്നു തന്നെയാണ് വളർത്തിയത്. പിന്നെ കളിച്ചും ചിരിച്ചും നടന്നപ്പോ അച്ഛനത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. അതിന്റെ കണക്കേ അതാണ് പറ്റിപ്പോയത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, അത്രയും തന്നെ നിങ്ങൾക്ക് വേണ്ടി അച്ഛനും കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊന്നും നീ ചിന്തിക്കാറില്ല. അതാണ് അച്ഛൻ്റെ മറ്റേക്ക് കുതിരാറാൻ ചെല്ലണം എല്ലാം കൂടി. നീ ഇവരെ വഴക്കൊന്നും പറയണ്ട. തെറ്റ് നമ്മൾ രണ്ടുപേരെ ഭാഗത്തുണ്ട്. ഇപ്പം ഇവര് പറയുമ്പോൾ കേട്ട് ജീവിക്കാം. പിന്നെ അതിനിടെ ശ്വാസം നിലച്ചു പോയാ അച്ഛൻ ഒരു പരാജയമാണെന്ന് ഇവർക്ക് വീണ്ടും പറയാം. എന്തോന്ന് അച്ഛാ പറയണേ? അച്ഛാ മുടിയഞ്ചേട്ടൻ പറഞ്ഞതിൽ കുറച്ച് ന്യായമുള്ളതുകൊണ്ടാണ് നമ്മൾ മുടിയഞ്ചേട്ടൻ്റെ ഭാഗത്ത് നിന്നത്. കുഴപ്പമില്ലടാ, നിങ്ങൾ പറയണം, എന്നാലേ എൻ്റെ കണ്ണ് കളിയുള്ളൂ. ഇതിപ്പോഴേ നിങ്ങൾ 5 മക്കളെ കളിയും ചിരിക്കണ്ടേ. അച്ഛൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. നോക്കാം, നിങ്ങൾ പറഞ്ഞായിട്ട് ജീവിക്കാൻ നോക്കാം. അച്ഛൻ ശ്രമിക്കാം കേട്ടാ. ലച്ചു കുറച്ച് തലയെടുത്തെന്ന് കരുതിയേ പരിസരം മറന്ന് സംസാരിക്കരുത് കേട്ടോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എടാ കേശു, അച്ഛൻ്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും നിന്റെ പേര് വിളിച്ച് തന്നെ പോയിട്ടുള്ളൂ. കേശു പോരെ, കേശുവേ, എടാ കേശുവേ എന്നും പറഞ്ഞ്. എന്നിട്ട് നീ തന്നെ ഇങ്ങനെ പറയണം കേട്ടാ. ഇവിടെ സംസാരിക്കുമ്പോഴേ ഒന്ന് ഇടം വല്ലം നോക്കുന്നത് നല്ലതാ. പരിധി വിട്ടങ്ങ് പോവരുത്. ഞാൻ അല്ലാതെ പറഞ്ഞല്ലമ്മ, മറ്റേ മുടിയഞ്ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ഫലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ചേച്ചി കുറച്ച് ഓവറായി പോയാ. കുറച്ചധികം. അമ്മ എന്ത്? കുഴപ്പമില്ലാത്ത അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു? ചേട്ടൻ്റെ കല്യാണക്കാര്യം ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു അതൊന്നും ആയില്ല, സെറ്റായില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മ മുഖം വല്ലാണ്ടിരിക്കണേ? നല്ല സന്തോഷം. അമ്മ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛനും അമ്മയും തന്ന സ്വാതന്ത്ര്യം വെച്ചിട്ടല്ലേ ഓരോന്നൊക്കെ വെട്ടി തുറന്ന് പറയുന്നേ. അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ, പറയുന്ന കാര്യം ശരിയാണെങ്കിലും മുഖം നോക്കാത്ത കാര്യം പറയണമെന്ന്. വരം തരുന്നവർക്കെതിരെ വിരൽ ചൂണ്ടാനും സ്വാതന്ത്ര്യമുള്ളവരാണല്ലോ നമ്മള്. അമ്മ ചേട്ടൻ ഈ കല്യാണക്കാര്യം വേണ്ടാന്ന് വെച്ചപ്പോ തൊട്ട് ഏറ്റവും കൂടുതൽ സങ്കടം എനിക്കാ. അമ്മയ്ക്ക് അറിയോ ചേട്ടൻ്റെ കല്യാണ ദിവസം, അതുപോലെ തന്നെ ചേട്ടൻ്റെ മുന്നോട്ടുള്ള ജീവിതം, അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷവും എനിക്ക് തന്നെയാണ്. എന്ത് ചെയ്യാനാ, നമ്മൾ മാത്രം അങ്ങനെ ചിന്തിച്ചാ പോരല്ലോ, അതിനും കൂടെ ആലോചിക്കണ്ടേ അതൊക്കെ. എന്തായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ചേട്ടൻ ഈ കല്യാണക്കാര്യം വേണ്ടാന്ന് വെച്ചത് ഇത് കൊണ്ടുവന്ന ആൾക്കാർ വലിയ ആൾക്കാരായത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വീടില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല അമ്മ. പിന്നെന്താ? ഇതിലെന്തോ കാര്യമായിട്ടുള്ള കാര്യമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്, അതെനിക്ക് അറിയുകയും ചെയ്യാം.
എന്താ കാര്യം? അത്